ദൈവത്തിൻ്റെ പരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം തന്ന വലിയ ഒരു കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രികാലം ദൈവം സമൃദ്ധിയായി മനോഹരമായി നമ്മളെ ഉറങ്ങുവാനും നല്ല ഭക്ഷണമൊക്കെ തന്ന് നമ്മളെ ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു: യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടം നിന്നോടുകൂടെ പാർക്കുകയില്ല. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല. നീതികേട് പ്രവർത്തിക്കുന്നതൊക്കെയും നീ പകയ്ക്കുന്നുവെന്ന്. ദൈവത്തിന് മനോഹരമായ ഈ വചനം രാവിലെ കാലം പറയുവാൻ കർത്താവ് നമുക്ക് ഒരു ഭാഗ്യത്തെ തന്നു. കർത്താവ് നമുക്കൊരു അവസരത്തെ തന്നു. സ്തോത്രം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് അനേകര് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ വിഷമങ്ങളെ ഓർത്ത്, പലതരത്തിലുള്ള ഭാരങ്ങളെ ഓർത്ത് എത്രയോ പേർ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ ബന്ധുക്കൾ, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ അറിയാത്തതായിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന ആൾക്കാർ തന്നെ എത്രയോ പേർ ദൈവമേ, എനിക്ക് വേണ്ടി ഒന്ന് അത്ഭുതത്തെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പറയുവാൻ ആരോട് പറയും, അല്ലെങ്കിൽ ഒരു വചനം എനിക്ക് വായിപ്പാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അനേക ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമൃദ്ധിയായി അളവില്ലാതെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വചനപ്രകാരം പറയുന്നത് യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്നാണ്. എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമെന്ന് മനസ്സ് തുറന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യും. രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് മനോഹരമായ പ്രാർത്ഥനയാണ്. കാര്യമെന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റിയ നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ അവനിലേക്ക് നമുക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമയമാണ്. വളരെ ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. മറ്റ് ഒന്നിൽ നമുക്ക് ശല്യമില്ല, മറ്റുള്ള സൗണ്ടുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥന, സ്ഥിരമായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാ ദൈവമക്കളും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം ആഴത്തിൽ നിങ്ങൾ പഠിക്കണം. ദൈവത്തിൻ്റെ സമൃദ്ധികൾ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ കരുതൽ നിങ്ങളോട് ഭാരത്താലും പ്രയാസത്താലും ഇരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.